ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണക്ക സ്രാവ് തേങ്ങ അരച്ച കറി എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഉണക്ക സ്രാവ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 3-4 തവണ കഴുകിയെടുക്കുക. കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് 2 തക്കാളി, 4 പച്ചമുളക് കഷ്ണങ്ങളാക്കി എടുക്കുക. ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. ഇതിനകത്ത് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും പിന്നെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഈ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്ക സ്രാവ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന സമയത്ത് ഉണക്ക സ്രാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയത് അത് ഒരു മുറി, നമ്മൾ വെള്ളം എങ്ങനെ വയ്ക്കുന്നു അതിനനുസരിച്ച് തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി തിളച്ച് വെന്ത് വന്നിട്ടുള്ള മീൻ കഷ്ണങ്ങളിലേക്ക് ഈ അരക്കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഉണക്കസ്രാവും അതുപോലെ തേങ്ങയും ഒന്ന് വെന്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു പാനിൽ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഗോൾഡൻ കളറിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഈ വറവ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.